ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം 39 മുതൽ 46 വരെയുള്ള തിരുവചന ഭാഗമാണ് നമ്മളിന്ന് ധ്യാനിക്കുക. വിശുദ്ധ ബൈബിളിലെ യേശുനാഥൻ്റെ പീഡാസഹന വഴികളിലെ ഏറ്റവും ഹൃദയഭേദകമായ ഒരു ദൃശ്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഗെത്സമനി തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ഈശോ. വിശുദ്ധ നാട് തീർത്ഥാടനത്തിലൊക്കെ പോകുമ്പോൾ ഇന്നും നശിച്ചു തീരാത്ത ഈശോയുടെ കാലത്തെ ഒലിവുമരമൊക്കെ അവിടെ ഉണ്ട് എന്നും ഇന്ന സ്ഥലത്തിരുന്നാണ് ഈശോ പ്രാർത്ഥിച്ചതെന്നുമൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ വൈകാരികമായി ഒരുപാട് ഉണർത്തുന്ന ഒരു തിരുവചന ഭാഗമാണല്ലോ ഇത്. ഒരു പൂർണ്ണ മനുഷ്യനായ യേശുനാഥൻ ദൈവസന്നിധിയിൽ കരഞ്ഞ് അപേക്ഷിക്കുന്ന ഒരു പ്രാർത്ഥന. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. നമ്മളൊക്കെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ആനുകൂല്യങ്ങളുടെ നടുവിൽ സ്വയം പറഞ്ഞു പോകുന്ന വാക്കുകൾ. എന്തിനാ തമ്പുരാനെ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ? നമ്മുടെ രോഗങ്ങളും നമ്മുടെ അസ്വസ്ഥതകളും നമ്മുടെ പിരിമുറുക്കങ്ങളുമൊക്കെ ദൈവസന്നിധിയിൽ ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തുകൊണ്ടോ തമ്പുരാൻ കർത്താവിൻ്റെ അടുത്ത വാക്കുകളാണ് നമുക്ക് ഉൾക്കൊള്ളാനാവാത്തതും പലപ്പോഴും പറയാൻ മടിക്കുന്നതും. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല പിതാവേ, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. പരിശുദ്ധ അമ്മയുടെ അടുക്കൽ ഗബ്രിയേൽ ദൂതൻ മംഗളവാർത്തയുമായിട്ടെത്തിയപ്പോൾ അമ്മ പറഞ്ഞത് അത് തന്നെ, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. വാക്കുകൾ കൊണ്ടൊന്നും പറഞ്ഞില്ലെങ്കിലും പ്രവൃത്തി കൊണ്ട് കാണിച്ചു കൊടുത്തു വിശുദ്ധ യേശുപിതാവ്. ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദൂതൻ പറഞ്ഞത് ദൈവത്തിൻ്റെ തിരുഹിതമാണെന്ന് കരുതി അപ്പോൾ തന്നെ മറിയത്തെ തൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ കടന്നു പോകുന്ന വഴിത്താരകളിലൊക്കെ ദൈവത്തിൻ്റെ തിരുഹിതം നിറവേറട്ടെ എന്ന് പറയുവാൻ പരിശുദ്ധ അമ്മ നമ്മളെ കാനായിലെ കല്യാണവേളയിൽ ഓർപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, അവൻ പറയുന്നത് പോലെ ചെയ്യണം. ദൈവം ആഗ്രഹിക്കുന്നതൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നോട്ടെ. ദൈവം നാശമായിട്ടൊന്നും എനിക്കെതിരെ ചിന്തിക്കില്ല. എൻ്റെ ഭാവി ഭാസുരമാണ്. എൻ്റെ നാശത്തെക്കുറിച്ചല്ലാതെ ക്ഷേമത്തിന് വേണ്ടി എനിക്ക് പദ്ധതി ഒരുക്കുന്നവനാണ് തമ്പുരാനെന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഹൃദയപൂർവ്വം ദൈവസന്നിധിയിൽ ചേർന്നിരുന്നു കൊണ്ട് കർത്താവേ നിൻ്റെ തിരുവിഷ്ടം നിറവേറട്ടെ എന്ന് പറയുവാനുള്ള നല്ല മനസ്സ് നമുക്ക് സ്വന്തമാക്കാം. വിശ്വനാഥൻ വലിയ പീഡാസഹനത്തിലൂടെ കടന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. രക്തത്തുള്ളികൾ വിയർപ്പ് തുള്ളികളായിട്ട് നിലത്ത് വീഴുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാവുന്ന ഏറ്റവും തീക്ഷ്ണമായ വേദനയ്ക്ക് വൈദ്യശാസ്ത്രം പറഞ്ഞിരിക്കുന്ന ഒരു സാധ്യതയാണ് രക്തത്തുള്ളികളായിട്ട് വിയർപ്പ് നിലത്ത് വീഴുന്ന അവസ്ഥ. അത്രമാത്രം അവൻ വേദനിച്ചു, അത്രമാത്രം അവൻ കഷ്ടപ്പെട്ടു. എനിക്ക് വേണ്ടി, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി. ആ ഈശ്വനാഥനോടുള്ള ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഭക്തിയുടെയും മാർഗമാകട്ടെ ഇനി അങ്ങോട്ട് നമ്മളെ വഴി നടത്തുക. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.